ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പഴം കൊഴുക്കട്ടയാണ്. അതിനായി ഞാൻ 3 നേന്ത്രപ്പഴം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2ആയി കട്ട് ചെയ്ത് സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുക്കാം. ആദ്യം നമുക്കിതിൻ്റെ 2 അറ്റവും കട്ട് ചെയ്ത് മാറ്റാം. 2ആയി കട്ട് ചെയ്യും. നമുക്കിത് സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനൊരു സ്റ്റീമർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ച് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പഴം വെച്ച് കൊടുക്കാം. ആവി വന്നു തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം നമ്മൾ വേവിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റീമർ ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ പഴമൊക്കെ വിണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റാം. അതുപോലെ ഇതിൽ വരുന്ന ഈ നാരൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. ഇതുപോലെ ഇപ്പോൾ എല്ലാ പഴത്തിൻ്റെയും തോല് നമ്മൾ മാറ്റിക്കളഞ്ഞു. ഇനി നമുക്കിത് 2ആയി മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് സീഡ്സ് ഉണ്ടല്ലോ, ഇത് നമുക്ക് എടുത്ത് മാറ്റണം. കണ്ടോ, ഇങ്ങനെ ഓരോന്നിൻ്റെയും നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ പഴത്തിൻ്റെ എല്ലാ സീഡ്സ് നമ്മൾ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റി. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു 3 പീസ് എടുത്ത് നമുക്ക് നാളികേരം വിളയിക്കേണ്ടതുണ്ട്. നമുക്ക് കൊഴുക്കട്ടയുടെ അകത്ത് വയ്ക്കാൻ. അപ്പോൾ ഈ ഒരു 3 പീസ് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വിളയിക്കുന്നതിൽ കൂടെ ഇടാനായിട്ട് വയ്ക്കാം. അത് നമുക്ക് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചെറുതായി അത് അരിഞ്ഞെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് ഉടച്ചു കൊടുക്കാം.
ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ, ഇങ്ങനെ തന്നെ വേണം ഇത് അടിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. ഇപ്പോൾ ഞാൻ പഴം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ, ഇങ്ങനെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ അരച്ചെടുത്ത ആ പഴത്തിൻ്റെ പേസ്റ്റ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. അരിപ്പൊടി ഇടുന്നത് അതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ പഴത്തിൻ്റെ വെള്ളത്തിനനുസരിച്ച് വേണം നമുക്ക് കുഴച്ചെടുക്കാൻ സാധിക്കണം. ഇടുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. നമുക്ക് കുറച്ച് അരിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, പഴത്തിൻ്റെ വെള്ളമാണ് ഇതിൽ കൂടുതൽ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അരിപ്പൊടി ഇതിലേക്ക് ഇടാം. അപ്പോൾ അരിപ്പൊടിയുടെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് കുഴക്കാൻ കിട്ടുന്ന പാകം, അതായത് വെള്ളം പഴത്തിനകത്തുള്ള വെള്ളത്തിനനുസരിച്ച് വേണം നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഇടാൻ. ഇത് ഞാൻ ശരിക്കും 6 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒന്ന് കുഴയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ അല്പം ഉപ്പും, ഒരു നുള്ളുപ്പ് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ നന്നായി കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരല്പം നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം എന്താ പറയുക, നമുക്ക് കുഴയ്ക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. പിന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. ഒരല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായ മാവ് ഞാൻ റെഡിയാക്കി കഴിഞ്ഞു കണ്ടോ. ഇനി നമ്മൾ പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് അല്പം നാളികേരം വേണം, പിന്നെ കുറച്ച് പഞ്ചസാര വേണം. അതേപോലെ തന്നെ കുറച്ച് റേസിൻസ്, കാഷ്യൂനട്ടോ അല്ലെങ്കിൽ ബദാമോ എന്താ നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അത് വേണം. അപ്പോൾ ഇനി നമുക്ക് ഈ റേസിൻസ്, കാഷ്യൂനട്ട് അല്ലെങ്കിൽ ബദാം ഇതൊക്കെ നമുക്കൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് അല്പം ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാഷ്യൂനട്ട് വേണമെങ്കിൽ കാഷ്യൂനട്ട് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ബദാം ഇടണമെന്നുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്, അതനുസരിച്ച് ഇടാം. നന്നായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. ഇപ്പോൾ ബദാം ഒരുവിധം ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസിൻസ് ഇട്ട് കൊടുക്കാം.
റൈസിൻസൊക്കെ നന്നായി കണ്ടോ, നല്ല ബോൾ പോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നാളികേരം ഇട്ടാൽ അധികം നേരം നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്ത് ഇരുന്ന് തന്നെ ഇത് സെറ്റായിക്കോളും. നാളികേരം ഭയങ്കര ഹാർഡായി പോവും. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി കുഴച്ചെടുത്തു. ഇപ്പോൾ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല നെയ്യ് ചേർത്തത് കൊണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഓരോ കൊഴുക്കട്ട ഉണ്ടാക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പരത്താം. നമുക്ക് ചെറുതായിട്ടൊന്ന് ചെറിയ കനം കുറച്ച് ഒന്നിങ്ങനെ ചുറ്റിയെടുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വിളയിച്ചെടുത്തിട്ടില്ലേ, അത് വെച്ച് കൊടുക്കാം. അധികം വെക്കരുത് കേട്ടോ, കുറച്ചേ വെക്കാവൂ. ഇനി നമുക്ക് ഇതിങ്ങനെ ചേർത്ത് റൗണ്ടാക്കാം. ഇനി നമുക്കിത് ഉരുട്ടി എടുക്കാം. അങ്ങനെ ഒരു കൊഴുക്കട്ട റെഡിയായി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയും കൊഴുക്കട്ടകൾ തയ്യാറാക്കാം. കൊഴുക്കട്ടയെല്ലാം ഞാൻ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുക്കാം. സ്റ്റീമർ ഞാൻ നേരത്തെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദേ അതിൽ നിന്ന് ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ കൊഴുക്കട്ട അതിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് എടുക്കാൻ സുഖമായിരിക്കും വെന്ത് കഴിയുമ്പോൾ. ഇനി അതിലേക്ക് നമുക്ക് ഓരോ കൊഴുക്കട്ടയും വെച്ച് കൊടുക്കാം.
കൊഴുക്കട്ടയൊക്കെ ഞാൻ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചു. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കൊഴുക്കട്ടയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ പഴം കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്നും വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇപ്പോൾ ഞാനൊരു കൊഴുക്കട്ട 2ആയി മുറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജുലീനാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.